1 മാസത്തിലധികമായി നമ്മൾ അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം അറിയണേ എന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മിസ്സിംഗ് കേസ് പോലെ തന്നെയാണ് ഇപ്പൊ അർജുന്റെ കേസ് ഉള്ളത്. എന്തായി, എങ്ങനെയായി ഒന്നും അറിയുന്നില്ല. കാരണം അതിനിടയിൽ തന്നെ ഇത് നിർത്തിവെക്കുക പോലും ചെയ്തു. ആ കുടുംബത്തിന്റെ കഠിന പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ ഗവൺമെന്റ് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കേസ് രണ്ടാമതും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാൽപ്പെ വന്നിട്ടുണ്ട്. മാൽപ്പെ ആദ്യം തന്നെ ഇത് നിർത്തിലാക്കിയ ടൈമിൽ തന്നെ പറയുന്നുണ്ട്, എന്താവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ രംഗത്തുണ്ടാവും, ഞാൻ ഉണ്ടാവും എന്നുള്ളത്. അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടാമതും അർജുനെ തേടി ആയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു തേടലിന് ഒരു പരിസമാപ്തി എന്നോളം, അല്ലെങ്കിൽ ആ ഒരു തേടലിന് നമുക്കൊരു സന്തോഷകരമായ വാർത്ത എന്നോളം ഇപ്പോൾ ലോറിയുടെ റോപ്പ് അതുപോലെ ജാക്കി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ലോറി ഉടമക്ക് കാണിച്ച ടൈമിൽ അദ്ദേഹവും പറയുന്നുണ്ട് ഇത് എന്റെ ലോറിയുടെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു വീട്ടുകാർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. കാരണം ഇവർക്ക് ജീവനോടെ അർജുൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊന്നും അറിയണം. കാരണം ഇത്രയും ദിവസമായി എന്തായി അർജുൻ എന്നുള്ള വിവരം അറിയാതെ വീട്ടുകാർ ഉരുകുകയാണ്. ആ ഒരു വീട്ടുകാർക്ക് ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഗവൺമെന്റിനെ അയക്കാനും ഫോഴ്സ് ചെയ്തിട്ട് അർജുനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അർജുനെ കുറിച്ചുള്ള വിവരം അറിയണം, എന്ത് തന്നെ അയക്കാനും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. അവർക്കറിയണം, ആ അമ്മക്കറിയണം മകൻ എന്ത് പറ്റി എന്നുള്ളത്, ഭാര്യക്ക് അറിയണം എന്ത് പറ്റി എന്റെ ഭർത്താവ് എന്നുള്ളത്, അതുപോലെ സഹോദരങ്ങൾക്കും അറിഞ്ഞേ തീരൂ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നെന്നുള്ളത്. അപ്പൊ ജീവനോടെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അവർ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ആയാലും ചെയ്തിട്ട് ഈ ലോറി ഉടമയും ഇപ്പം വളരെയധികം പ്രയാസം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഈ ലോറിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അർജുൻ എന്താണ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുന്റെ വീട്ടുകാർക്ക് ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസം പോലെയാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. ഇന്ന് തിരച്ചിലില്ല, അപ്പം നാളെയാണ് തിരച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു തിരച്ചിലിൽ ഫസ്റ്റ് തന്നെ മാൽപ്പെ പോകാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോപ്പ് കണ്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് തന്നെയാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അതിനിടയിൽ ലോറി ഉണ്ട് എന്നുള്ളത് മാൽപ്പെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനടുത്തേക്കാണ്, ആ ലോറിന്റെ അടുത്തേക്കാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവിടെയാണ് ഞാൻ എത്താൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് മാൽപ്പെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോറിയുടെ ഇപ്പൊ എവിടെയാണോ റോപ്പ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ അടിയിൽ തന്നെ ആ ലോറി ഉണ്ടാവുകയും ലോറിയിൽ നിന്ന് അർജുനെ കണ്ടെത്താൻ വേണ്ടി പറ്റുകയും ചെയ്യട്ടെ. ആ കുടുംബത്തിനൊരു സന്തോഷത്തിനുള്ള അല്ലെങ്കിൽ സമാധാനത്തിനുള്ളൊരു വക ഉണ്ടാവട്ടെ. എന്തെന്നറിയാതെ ഇങ്ങനെ ഉരുകി ജീവിക്കുന്നതിലും ഭേദം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഉൾക്കൊണ്ട് ജീവിക്കുന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മളായാലും ചിന്തിച്ചു പോകുക എന്ത് പറ്റിയ ആ മനുഷ്യൻ എന്നുള്ളത്. ഏറ്റവും വലിയൊരു പിഴവ് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക സർക്കാർ ആദ്യം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മല ഇടിഞ്ഞ് പൊളിഞ്ഞ് ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഒരു ഭാഗം തന്നെ അവർ മണ്ണെടുത്തിട്ട് പുഴയിലേക്ക് അങ്ങ് ഡംപ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ എവിടെയാണോ ഇവര് മണ്ണെല്ലാം കൂടിയിട്ട് ഇട്ടിട്ടുള്ളത് ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ റോപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ മണ്ണ് കംപ്ലീറ്റ് ടൺ കണക്കിന് മണ്ണാണുള്ളത്. എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റില്ല, കാരണം പുഴയിൽ നിന്ന് മുകളിലോട്ടേക്ക് മണ്ണ് വരെ പൊന്തിയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇത്രയധികം ആഴത്തിൽ ഈ മണ്ണ് പോയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ലോറി എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം തന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. കാരണം മാൽപ്പെ കണ്ടിട്ടുണ്ട്, അതുപോലെ 3 പേരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വേഗം തന്നെ അവരുടെ ശ്രമം വിജയിപ്പിക്കാൻ വേണ്ടി അവർക്ക് കഴിയട്ടെ. കാരണം ഈശ്വരന്റെ കൈകൾ പല ആളുകളുടെയും ഉള്ളിലൂടെ കടന്നു വരുന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈശ്വർ മൽപ്പെ എന്നുള്ള പേര് പോലെ തന്നെ അദ്ദേഹം ഈശ്വരന്റെ കരങ്ങൾ പോലെ ഈ അർജുന്റെ കേസിൽ വഴിത്തിരിവായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് തന്നെ അയക്കാനാണ്, ധീരതക്കുള്ള അവാർഡ് വരെ കൊടുക്കണം. അത്രയധികം കഠിന പ്രയത്നം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ആദ്യത്തെ തവണ എന്ന് വെച്ച് കഴിഞ്ഞാല് കയറിന്റെ തന്റെ വയറ്റിന് കെട്ടിയിട്ടുള്ള ആ കയറൊക്കെ പൊട്ടിപ്പോയ ടൈമിൽ നമ്മളൊക്കെ ഒരു ശ്വാസം നിലച്ച പോലെ അയക്കണം. ഒരാൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് മറ്റൊരാളുടെ ജീവനും കൂടി പൊഴിഞ്ഞു പോകുമെന്നുള്ള ടെൻഷനിലാണ് നമ്മൾ ഉണ്ടായത്. എന്നാലും ഈ തവണയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവന് ഒരു അപകടവും പറ്റാതെ നല്ല രീതിയിൽ തന്നെ അർജുന്റെ ലോറി കണ്ടെടുക്കാനും അർജുനെ കണ്ടെടുക്കാനും വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത് ബെൻസിന്റെ ആളുകൾ പറയുന്നുണ്ട് എത്ര ടൺ കണക്കിന് വെയിറ്റ് വന്നു കഴിഞ്ഞാലും നമ്മുടെ ലോറിക്കൊന്നും പറ്റില്ല എന്നുള്ളത്. എന്നാലും ടൺ കണക്കിന് വെയിറ്റ് ഉള്ള മരങ്ങളാണ് ഈ ഒരു ലോറിക്ക് മുകളിലുള്ളത്. അതിന്റെ മുകളിൽ 1000 ടണ്ണുള്ള മണ്ണും കൂടി വീണ് കഴിഞ്ഞാൽ ലോറിക്ക് എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ജാക്കിയൊക്കെ പുറത്തുനിന്ന് കിട്ടിയ ടൈമിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ എവിടെ പാർട്ടുകൾ പല സ്ഥലത്ത് ചിഹ്നിച്ചിതിൽ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ക്യാബിൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള അർജുൻ ഉണ്ടെങ്കിൽ അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ. ഇപ്പോൾ കർണാടക സർക്കാർ പറയുന്നുണ്ട് ലോറി ഈ വെള്ളത്തിനടിയിൽ തന്നെയുണ്ട്, ഈ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സർക്കാർ പെട്ടെന്ന് തന്നെ നമ്മുടെ അർജുനെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ വേഗം തന്നെ ത്വരിതപ്പെടുത്തി എടുക്കട്ടെ. ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വാർത്ത നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കട്ടെ.
അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുന്നു. കാരണം ഈ ഒരു വാർത്തയൊക്കെ കാണുമ്പോൾ എന്തായി എന്നുള്ള ആശങ്ക നമുക്കിടയിൽ തന്നെ. നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആശങ്കയായിരുന്നു, ലോറി മണ്ണിലാണോ ഉള്ളത് അല്ലെങ്കിൽ പുഴയിലാണോ ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ എന്തായാലും ആ ആശങ്കയൊക്കെ മാറി ലോറി ഉള്ളത് പുഴക്കടിയിൽ തന്നെ എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വീട്ടുകാർക്കും നമ്മൾക്കായി കഴിഞ്ഞാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും അർജുനെ കണ്ടെത്താനും സാധിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ മാൽപ്പയുടെ കരങ്ങള് അർജുന്റെ അടുത്തേക്ക് തന്നെ നീങ്ങട്ടെ. മാൽപ്പേ പറയുന്നുണ്ട്, ഞാൻ അടുത്തതായിട്ട് ലോറിക്കരികിലേക്ക് പോവുകയാണെന്നുള്ളത്. അർജുന്റെ ഈ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാല് അർജുന്റെ ലോറി മുതലാളി മനാഫിന്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനത്തിന് വകയെങ്കിൽ ഇന്ന് എന്താണ് എന്റെ മകന് സംഭവിച്ചതെന്ന് അറിയാണ്ട് ഒരു അമ്മ ഒരുങ്ങുന്ന ഒരുക്കത്തിന് അല്ലെങ്കിൽ ഭാര്യ ഒരുങ്ങുന്ന ഒരുക്കത്തിന് അതിനൊരു പരിസമാപ്തി ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അർജുന്റെ ബോഡി കിട്ടണം, അല്ലെങ്കിൽ അർജുൻ ജീവനോടെ വരണം. ഈ ഒരു കാര്യത്തോട് ഉൾക്കൊണ്ട് ജീവിക്കാൻ അവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, ഇത്രയും ദിവസമായി നമ്മൾക്ക് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം അറിയാൻ വേണ്ടി പറ്റുന്നത് അത് അങ്ങനെ തന്നെയാണ്. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ജീവിക്കുന്നത് അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ടൺ കണക്കിന് മണ്ണ് ഈ ഒരു പുഴയിലേക്ക് അവർ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനു മുന്നേ തന്നെ ആ ഒരു ലോറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. ഈ ഒരു വലിയ പിഴവ് കർണാടക സർക്കാരിൽ നിന്ന് വന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ആദ്യം തന്നെ പുഴയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളതിന് തെരച്ചിൽ നേവി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇല്ല എന്നാ പറയാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം മണ്ണ് ഇതിനടിയിൽ പോയപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം മാൽപ്പെ ആയങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നം ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലതരത്തിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. അർജുന ലോറിയുമായിട്ട് മുങ്ങിയെന്ന് വരെ അവസാനം പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാവുന്നേ ഇല്ല. അതുപോലെ പലതരത്തിലുള്ള ഭീഷണികൾ മനാഫിന് നേരെ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിനെതിരെയൊക്കെ അദ്ദേഹം നിയമപരമായിട്ട് തന്നെ നേരിടട്ടെ. മാൽപ്പയ്ക്ക് ധീരതക്കുള്ള അവാർഡും കാര്യങ്ങളും കിട്ടാൻ അർഹനായ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ തവണ നിർത്തലാക്കി ഈ ഒരു സെർച്ചും കാര്യങ്ങളും. അതിനുശേഷം രണ്ടാമതും വന്നപ്പോഴും അദ്ദേഹം പെട്ടെന്ന് തന്നെ മുൻപന്തിയിൽ വന്നു. ആദ്യം പോകുന്ന ടൈമിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു തെരച്ചിലിന് വേണ്ടിയിട്ട് ആരെങ്കിലും എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ വരുമെന്നുള്ളത്. അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. ചിലപ്പോയെങ്കിലും ഈശ്വരൻ അവതരിക്കുമെന്ന് പറഞ്ഞ പോലെ ഈശ്വർ മൽപ്പെ തന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ അർജുനിലേക്ക് ഈശ്വരന്റെ കരങ്ങളായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അർജുനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ. ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പയിലൂടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്നത്. 2-3 ദിവസങ്ങളിലുള്ളിൽ തന്നെ നമുക്കിത് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത അറിയാൻ വേണ്ടി പറ്റട്ടെ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാർത്ത തന്നെ അറിയാൻ വേണ്ടി പറ്റട്ടെ. അർജുനെ കുറിച്ചുള്ള എന്ത് വാർത്തയായിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ആ കുടുംബം തയ്യാറാണ്. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വാർത്ത അവരിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.